ളുഹറിന് വേറെ വുളു എടുക്കണം. ആദ്യം നിയമം അങ്ങനെ. പിന്നെയോ ഖന്തക് യുദ്ധവേളയിലാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സ്വഹാബാ വുളു ഇല്ലാത്തവര് മാത്രം പുതുക്കിയെടുത്താൽ മതി സ്വഹാബാ. ചില ആളുകളുണ്ട് സുബൈക്ക് വുളു എടുത്താൽ ആ വുളു കൊണ്ട് തന്നെ ളുഹറും അസ്റും മഗ്‌രിബ് ഇശാക്ക് നിസ്കരിക്കും. കാരണം എന്താ? ഓൽക്ക് മുത്രയിക്കാണ്ടാവില്ല, ഓൽക്ക് മുന്നു മുറിയാണ്ടാവില്ല. ഇന്നാലും ഓരോ നിസ്കാരത്തിനും വുളു ഉണ്ടെങ്കിലും വുളു പുതുക്കൽ സുന്നത്താണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ളുഹറിന്റെ നിസ്കാരം കഴിഞ്ഞിട്ട് ളുഹറിനെടുത്ത വുളു എടുത്തിട്ട് കരങ്ങൾ മജ്‌ലിസിലേക്കാണ്. മജ്‌ലിസിലിരിക്കുമ്പോ വുളു വേണം, നിർബന്ധമല്ല, സുന്നത്താ. അങ്ങോട്ട് എത്തുന്നുണ്ട്, അങ്ങോട്ട് വരുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് വരുന്നുണ്ട്. ശ്രദ്ധിച്ചോളി. ഓരോരോ ഫർള് നമസ്കരിക്കും അവസരം തജ്ദീദ് സുന്നത്തുണ്ട് ഗുണവും പലതരം. ഓരോ ഫർള് നിസ്കരിക്കുമ്പോ തജ്ദീദ് ചെയ്യണം എന്ന് പറഞ്ഞാൽ വുളൂഇനെങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം. ഇനി നല്ലൊരു ചരിത്രമാണ് പറയുന്നത്, ശ്രദ്ധിക്കണം കേട്ടോ. നബി ഹളറത്തിൽ ജിബ്രീൽ വന്നൊരു ദിവസമിൽ ഒരു കട്ടിലും കൂടുണ്ട് വച്ചത് ഭൂമിയിൽ. ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വരികയാ. ഒരു കട്ടിലിന്റെ കൂട് ഭൂമിയിലേക്ക് കൊണ്ടുവരികയാ. അത് സ്വർണമാണ്, 4 കാലും വെള്ളിയാ. അത് സ്വർണമാണ്, 4 വെള്ളിയാ. യാഖൂത്ത് ലുഅ്ലുഅ് മുത്തി 4 മോടിയാ. 4 സ്വർണത്തിന്റെ കാലുകളെ കൊണ്ടുണ്ടാക്കിയ ഒരു മനോഹരമായ തളിക അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയുകയാണ്, ഇസ്തബറക്കും സുന്ദുസും അതിൽ വിരിച്ചിട്ടതാ, ബദ്ആയിലാണ് സംഭവം എന്നുള്ളതാ. അതിന്മ സ്വർണത്തിന്റെ പട്ടുകളുണ്ട്, നേർമ പട്ടുകളുണ്ട്. മക്കയിൽ മുത്തുനബി നിൽക്കുമ്പോഴാണ് ഈ സംഭവം. ജിബ്രീലു മാത്രമല്ല 70,000 അംലാക്ക് വേറെയുമുണ്ടതെന്ത പരിസരം. ജിബ്രീൽ മാത്രമല്ല 70,000 അംലാക്കുകൾ, 70,000 മലക്കുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കിലേക്ക് വരികയാ. നബി കസ്സലാം പറഞ്ഞിട്ട് ജിബ്രീലം നബിയെ പിടിച്ച് ശരീരത്തിൽ ഇരുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറഞ്ഞിട്ട് ജിബ്രീൽ വരികയാണ്. എന്നിട്ടതാ ആ കൊണ്ടുവന്ന സ്വർണത്തിന്റെ കട്ടിലില്ലേ, ആ മനോഹരമായ വെള്ളിയുടെ കാലുകളെ കൊണ്ടുണ്ടാക്കിയ മനോഹരമായ ആ കട്ടിലിൽ മുത്തുനബിയെ ഇരുത്തുകയാ. എന്നിട്ടോ ജിബ്രീൽ